കമ്മ്യൂണിസം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷണമൊത്തൊരു സൈക്കോപാത്താണ് കാൾ മാർക്സ്. ഏംഗൽസിനോടുള്ള അസൂയയിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായിരിക്കും. ഏംഗൽസിന് സമ്പത്തുണ്ട്, അദ്ദേഹത്തിന് അത്യാവശ്യ സൗകര്യങ്ങളുണ്ട്, അദ്ദേഹമാണ് മാർക്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. ഏംഗൽസായി തീരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റവും എതിർക്കുന്ന ഊഹക്കമ്പോളത്തിൽ പോയിട്ട്, ഇന്നത്തെ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക. അതിന് ശേഷിയില്ല, അതുകൊണ്ടുള്ള കാശ് മുഴുവൻ പോവുകയുള്ളൂ. കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഒരാൾക്ക് പോലും കേട്ടാൽ അബ്സേർഡ് എന്ന് തോന്നുന്ന മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ആ ഒരു പരപുച്ഛവും പരനിന്ദയും, സാധാരണഗതിയിൽ നമ്മൾ അക്കാഡമിക്സിലൊക്കെ മുമ്പുള്ള ഒരു തിയറിയെ നമ്മൾ കോട്ട് ചെയ്യുക അതിൻ്റെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ്. ഇപ്പം ഹെഗലിൻ്റെ ഡയലറ്റിക്സ് എടുത്തിട്ടാണ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസത്തിലേക്ക് മാർക്സ് പോകുന്നത്. അപ്പോൾ അതിനെ കേർട്ടസി കൊടുത്തിട്ട് പറയുന്നതിന് പകരം ഹെഗലിനെ ക്രൂരമായിട്ട് അധിക്ഷേപിച്ചിട്ടാണ് മാർക്സ് പോകുന്നത്. അതുപോലെ ആഫ്രിക്കൻ വംശജനെ കുറിച്ച് അദ്ദേഹം അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ ചേരുന്ന ആളാണ്. വൃത്തികെട്ട നീഗ്രോ, റോസല്ല എന്നൊക്കെയാണ് അദ്ദേഹം വംശീയമായും അങ്ങനെ പരപുച്ഛവും പരനിന്ദയുമാണ് അതിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു ഭാവം. അത് നമ്മൾ നാട്ടിലെ കിട്ടിയിട്ടുണ്ട്. ഈ പരപുച്ഛവും പരനിന്ദയും മറ്റ് എതിർക്കുന്ന ഒരാളെ ബഹുമാനത്തോടു കൂടി, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തെ ആദരവോടുകൂടി കാണുന്ന ഒരു വ്യത്യാസം ഉള്ളപ്പോഴും ഒരു സംസ്കാരമേ നമുക്ക് കാണാൻ കഴിയില്ല. പന്നിന്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കണം എന്നൊക്കെ പറയും. കൂടെ കിടന്ന ശബ്ദം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഗതി തുടർന്നുകൊണ്ടേയിരിക്കും.